വാക്യങ്ങളിലും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ദൈവജനത്തിന്റെ ഐക്യമാണ് കർത്താവിന്റെ മറ്റൊരു പ്രാർത്ഥനാ വിഷയം. In all these three verses, we could see that the unity of the brethren, the unity of his beloved people, is his second point. ഒരു പക്ഷേ കർത്താവ് ശിഷ്യന്മാരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ആ ശണ്ടയും ആ വാഗ്വാദവും ഒക്കെ ഈ പ്രാർത്ഥനയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചിരിക്കാം. Maybe the Lord has seen their reasoning together and also their arguments. That may be one of the reasons that the Lord was praying for the unity of his people. നമുക്കറിയാം പലപ്പോഴും ശിഷ്യന്മാരുടെ മധ്യത്തിൽ തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ഉള്ള വാഗ്വാദം നടന്നതായിട്ട് നാം വായിക്കുന്നു. We could read in the scripture that there was reasoning, there was argument in them that who is big among them. കർത്താവിന് അറിയാമായിരുന്നു ഈ നിലയിൽ തീർച്ചയായിട്ടും തന്റെ അസാന്നിധ്യത്തിലും തന്റെ ജനത്തിനു മധ്യത്തിൽ ഡിവിഷൻ, വിഭജനം, ഐക്യതയില്ലായ്മയ്ക്കുള്ള സാധ്യതയുണ്ട്. The Lord also knew very well that in his absence there will be this quarrel, this question coming again, who is greater among them. മാത്രമല്ല 11-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചു വായിച്ചാൽ അവരെ കാക്കണമേ എന്ന് പറയുന്നതിന്റെ ഒപ്പമാണ് ഐക്യത്തിൽ കാക്കണമേ, അവർ ഒന്നായിരിക്കത്തക്കവണ്ണം കാക്കണമേ എന്നാണ് അവിടെ പറയുന്നത്. And in verse 11 we could read that keep through thy own name those whom thou hast given me, and they may be one as we are. അതുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവജനത്തിന്റെ ഐക്യം എന്നുള്ളത്. So the unity of the brethren was one of the main point in the prayer of our Lord. നോക്കുക, കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസും മറ്റു പല ഭാഗത്തും ഈ കാര്യം തന്നെ ഊന്നി പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. In the letter, in the epistle to the Corinthians, we could find the same thing is being narrated by Apostle Paul. 1 Corinthians 1:10 വാക്യം ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു എന്ന് നാം വായിക്കുന്നു. Now I beseech you, brethren, by the name of our Lord Jesus Christ, that ye all speak the same thing, and there be no division among you, that ye be perfectly joined together in the same mind and in the same judgment. അവിടെ നോക്കുക, ഇംഗ്ലീഷിൽ പൗലോസ് അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ മധ്യത്തിൽ ഐക്യത ഉണ്ടായിരിക്കണം. Now we can find that Paul is beseeching them that there should be unity and there should not be division among the brethren. വേറൊരു വാക്യം കൂടെ വായിക്കാം. റോമർ 15:5 വാക്യം. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരുപ്പാൻ കൃപ നൽകുമാറാകട്ടെ. 5-6. Would you mind to say that reference again, please? Romans 15:5 and 6. We could also read almost the same thing in Romans chapter 15, verse 5 and 6. ഇനി ഫിലിപ്പ് ലേഖനത്തിലുമുണ്ട്, ആ വാക്യം എടുക്കുന്നില്ല. The same thing is being mentioned in the epistle to Philippians too. We are not going into. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാരം, അവന്റെ ആഗ്രഹം, അവന്റെ ചിന്തയാണ് ദൈവജനത്തിന് മധ്യത്തിൽ ഐക്യത നിലനിൽക്കണം. അത് പൗലോസിന്റെയും ഭാരമായി. All I want to mention is that this is one of the main points
in our Lord's Prayer, the unity of the brethren, the same point is being mentioned by Apostle Paul too. നമ്മുടെയും ഭാരമായിരിക്കേണ്ടത്. This should be one of the great burden of believers, the unity of the brethren. നാം ബ്രദറുകാരായിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവജനത്തിന് മധ്യേ ഉള്ള അനൈക്യം കാണാത്തവർ അല്ല എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. I just presume that we brethren are noticing the disunity among the brethren. ഒരു കാര്യം ഞാൻ ചോദിച്ചു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. Let me ask a question and go forward. ഒരു സ്ഥലം സഭയിൽ ഭിന്നതയുണ്ടെന്ന് കേൾക്കുമ്പോൾ, ഒരു സ്ഥലം സഭയിൽ പ്രയാസമുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താ? Let me ask this question. What is our attitude when we hear that there is disunity in a place or in an assembly? അവരുടെ പ്രയാസം നീക്കുവാൻ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമോ, അതോ അത് 4 പേരെ അറിയിച്ച് സന്തോഷിക്കുമോ? Do we really spend time and also we work out something to bring back the unity, or we will just tell to others and keep a fun of it? 4 കാര്യങ്ങളാണ് ഈ ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4 points we want to discuss in connection with this. ഒന്നാമതായി ദൈവജനത്തിന്റെ ഐക്യത്തിന്റെ അടിസ്ഥാനം, the basis. First of all, what is the basis of the unity of Lord's people? കർത്താവിനും പൗലോസിനും ദൈവജനത്തിന്റെ ഐക്യത വളരെ ചിന്താവിഷയമാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ദൈവജനത്തിന് മധ്യത്തിൽ ഐക്യതയെ നിലനിർത്തേണ്ടത്? If the Lord and also Apostle Paul is concerned about the unity of the brethren, then how we should work it out? ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഒരേ ഭാഷ സംസാരിക്കുക, ഒരേ വസ്ത്രം ധരിക്കുക, ഒരേ നിറമുള്ള വസ്ത്രം ധരിക്കുക, അപ്പോൾ ദൈവജനത്തിന് മധ്യേ ഐക്യത ഉണ്ടാകും. Some people presume that unity is speaking in the same language or having uniformity in what they wear, in their garments. അതല്ല ക്രിസ്തീയ ഐക്യത. Spiritual unity or Christian unity is not uniformity. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായ പ്രയത്നം കൊണ്ട് വസ്ത്രമോ അല്ലെങ്കിൽ ഭാഷയോ നിറമോ ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഐക്യതയാണ്. The Christian unity is not something we made from outside by our own work, by the so-called uniformity of our garments, of our speech or culture or anything like that. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നു. ദൈവജനത്തിന്റെ ഐക്യത്തിന്റെ ആധാരം അഥവാ അടിസ്ഥാനം എന്താണ്? So the Lord is very clearly telling what is the basis, what is the foundation of the unity of the brethren, of the 22-ാം വാക്യം ശ്രദ്ധിക്കുക. 22. Now, let's come to 17 and verse 22. വാസ്തവത്തിൽ മലയാളത്തിൽ അത് അത്ര വ്യക്തമായി മനസ്സിലാകുന്നില്ല. എന്നാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ വായിക്കുന്ന എങ്ങനെയാണ്? that they 22 okay, they all may be one എന്ന് പറഞ്ഞിട്ട് 22-വിൽ the glory which you gave me I have given them that they may be one just as we are. In Malayalam it is not that much clear, but in English it is better than Malayalam. It is written. കർത്താവ് പറയുന്ന വാക്ക്, പിതാവേ ഞാൻ അവർക്ക് മഹത്വം കൊടുത്തു, എന്തിനു വേണ്ടി? നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നായിരിക്കേണ്ടതിന്. The Lord is telling that I gave them glory so that they may be one as we are one.
ഇവിടെ ഉദ്ദേശിക്കുന്ന ഗ്ലോറി എന്താണ്? What is meant by the word glory here? അത് പല ആശയം പലരും പല ടീച്ചേഴ്സും പറയുന്നുണ്ട്. Many teachers, many commentators are giving different answers. എന്നാൽ അവിടുന്ന് ഈ കോണ്ടക്സ്റ്റിൽ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്, അവന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. So what we can see is that the word glory means the glory of the Holy Spirit, the glory of the Lord who is dwelling in us. അതിന് തുല്യമായ ഒരു വാക്ക് കൊലോസ്യർ 2:1-27 വായിക്കാൻ സാധിക്കും. കൊലോസ്യർ 1:27. We can also read approximately the same thing in Colossians. മൊത്തം വാക്യം വായിക്കണ്ട, അവിടെ വായിക്കുന്നത് ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. Colossians 2:127. Colossians 1:27. What is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory? കർത്താവ് നമ്മിൽ തന്ന മഹത്വം എന്ന് സൂചിപ്പിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ആത്മനിവാസം, കർത്താവ് വസിക്കുന്നു നമ്മിൽ എന്ന ആ സത്യമാണ്. The word glory being mentioned here, which means that the glory he has given to us through the indwelling of the Holy Spirit. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കും. We know that the Holy Spirit indwells in a person if he is saved. പത്രോസ് പറയുമ്പോൾ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടവകാശികളായി തീർന്നു. In Peter's word, we read that we are being conformed to the character of God. നമ്മുടെ ഐക്യത്തിന്റെ അടിസ്ഥാന ഘടകം നമ്മിൽ വസിക്കുന്ന കർത്താവാണ്, നമ്മിൽ ദൈവ സ്വഭാവം വസിക്കുന്നു, അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. So the basis of unity is this: because God the Holy Spirit dwells in us, because God the Lord is dwelling in us, we should be united. വ്യക്തിപരമായി പറഞ്ഞതാണ്. എന്നാൽ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ, അല്പം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ആത്മസ്നാനത്താൽ ദൈവസഭയെ യോജിപ്പിക്കുന്ന ആ വലിയ കാര്യമാണ് ഈ പ്രാർത്ഥനയുടെ പൂർത്തീകരണം. We could also read the unity we received because of the indwelling of the Holy Spirit, because of the baptism of the Holy Spirit. നോക്കുക, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. We can read that in 1 Corinthians and chapter 12. ഈ 1 കൊരിന്ത്യർ 12 അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവും സഭയെ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് തുലനം ചെയ്ത് വളരെ നന്നായി അപഗ്രഥിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. Now chapter 12 of 1 Corinthians is relating our Lord his connection to the church. നോക്കുക, 12-ാം വാക്യം ശ്രദ്ധിക്കുക. അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. 13-ാം വാക്യം, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. For as the body is one, hath many members, and all the members of that one body, being many, are one body, so also is Christ. For one Spirit we are all baptized into one body, where we Jews or Gentiles, whether we bond or free,
and have been all made to drink into one spirit. നമ്മുടെ ടോപ്പിക് മറക്കാൻ പാടില്ല, നമ്മുടെ ആ ഹെഡിങ് മറക്കരുത്. We should not forget our topic. എന്താണ് നമ്മുടെ ക്രിസ്തീയ ഐക്യത്തിന്റെ അടിസ്ഥാനം? അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. Our main topic, our main point is, what is the basis of the Christian unity? What is the basis of our unity? നമ്മുടെ അത് രണ്ട് ആശയം പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ വ്യക്തിപരമായി ദൈവം തന്റെ ആത്മാവിനാൽ വസിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെയ്ത ആ വലിയ പ്രവൃത്തി, അതൊരു കാര്യമാണ്. There are 2 points we mentioned in connection with this. One point is that because God is indwelling in us, Christ is dwelling in us, the Holy Spirit is indwelling in us. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മ സ്നാനത്താൽ പലരായിരുന്ന നമ്മെ ദാസനോ യജമാനനോ പണ്ഡിതനോ പാമരനോ ഏതു വ്യക്തിയുമാകട്ടെ എല്ലാവരെയും ക്രിസ്തുവിന്റെ ശരീരമായ സഭയായി യോജിപ്പിച്ചു. ആ ഐക്യം അവിടെ പരിശുദ്ധാത്മ സ്നാനത്താൽ ദൈവസഭയ്ക്ക് ഉളവായി. And the second point is that the unity is based on the baptism of the Holy Spirit. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. We will also read a verse from the epistle of Ephesians. അതിന്റെ 14-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വായിക്കുന്നുണ്ട്. Ephesians 2:14 onwards. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, വേർപാടിനെ നടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും എന്ന് പറഞ്ഞ് മുന്നോട്ട് സഭയുടെ ഐക്യത്തിന്റെ പശ്ചാത്തലവും കാരണവും പൗലോസ് എഴുതുകയാണ്. Here in chapter 2 of Ephesians, verse 14 onwards, he is telling what is the basis of this unity. ഇന്ന് പക്ഷഭേദമില്ല സഭയിൽ. Will you say that again? ഇന്ന് ഇരുപക്ഷമില്ല, ഇരുപക്ഷത്തെയും ഒന്നാക്കി. There is no disunity today. There is no division today because he has united both them to be together. നടുച്ചുവരിനെ ഇടിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു. He has removed the central partition. അപ്പൊ ഞാൻ പറയാൻ അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് 4-ാം അധ്യായം 3-ാം വാക്യം കൂടെ ശ്രദ്ധിക്കുക. With the same context, we will also read chapter 4 and verse 3 of Ephesians. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. Enduring to keep the unity of the Spirit in the bond of peace. ഈ വാക്യങ്ങളിലെല്ലാം വ്യക്തമാകുന്ന ഒരു ഘടകം, ദൈവസഭയെ കർത്താവ് വിഭാവന ചെയ്തത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് തന്നെ ഐക്യത്തോടെയാണ് എന്നുള്ളതാണ്. So one of the main point we could be noticing is that the Lord had made the church with great unity. ഐക്യത സഭയുടെ അടിസ്ഥാന ഘടകമാണ്, അടിസ്ഥാന സ്വഭാവമാണ്. So unity is one of the key, one of the basis, one of the foundational character of the church. ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ ഒരു ഐക്യതയുണ്ട്. വിവിധങ്ങളായ ബോഡിയിലെ മെമ്പേഴ്സ് യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ. അതുപോലെ ആരോഗ്യമുള്ള സഭയിൽ ഐക്യത ഉണ്ട്, ഒരു സംശയവുമില്ല. We could see that in a healthy body, all the organs, all the members of the body work together. Likewise, in a healthy church, all the members are supposed to be united together in the Lord and His Spirit. അപ്പോൾ ദൈവസഭയിൽ ഐക്യത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഉള്ള ഐക്യതയെ നിലനിർത്തിയാൽ മതി. Therefore, we must come to the conclusion that we don't have to make peace, but the peace is already there. The peace is already there. We have to keep it. അതുകൊണ്ടാണ് 4:3 പറഞ്ഞത് സമാധാന ബന്ധത്തിൽ
കാപ്പാൻ ശ്രമിക്കുക. And that's why we read that we need to keep that peace together, that unity of peace. നമ്മുടെ ആ സഭയിലെ ഐക്യത അത് മാനുഷികമായ അഡ്ജസ്റ്റ്മെന്റിന്റെ ഐക്യതയല്ല ഈ സംഘടനകളിലും പൊളിറ്റിക്കൽ പാർട്ടിയിലും കാണുന്നത് പോലെ. The unity in the church is not something which can be related to the unity of a political party or the unity we can see in this world. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ ഉള്ള യൂണിറ്റി ഈ ദിവസങ്ങളിലൊക്കെ നാം പത്രത്തിൽ വായിക്കുന്നുണ്ട്. We could read and we could see and hear the political unity of many parties in our country too. എന്നാൽ ദൈവസഭയിലെ ഐക്യത എന്ന് പറഞ്ഞാൽ അത് അമാനുഷികമാണ്, അത് സൂപ്പർ നാച്ചുറൽ ആണ്, അത് ഓൾറെഡി നമ്മിൽ ഉള്ള ഐക്യതയാണ്, ഇന്റേണൽ ഐക്യതയാണ്. So the unity of the brethren, the unity of the church is already there. It is supernatural, it is divine, and it is already given. അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ അതിനെ അല്പം കൂടെ വിശദീകരിച്ച് പറയുകയാണ്. ഒരു ശരീരം, ഒരു ആത്മാവ്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനത്തിന്റെ ആ സ്വാഭാവികമായ ഒരു ഗുണമായി ഐക്യതയെ ചൂണ്ടിക്കാണിക്കുകയാണ്. There in Ephesians chapter 4 and verse 4 onwards, Apostle is relating the unity of the body and also the unity of the brethren in spirit. അപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് പോകട്ടെ. So let me go to the next point after explaining one more subject, one more thing. നാം വ്യക്തിപരമായിട്ടാണ് കർത്താവിന്റെ അടുക്കലേക്ക് വന്നത്, രക്ഷിക്കപ്പെട്ടത്. We are being born again individually. എന്നാൽ ഒരിക്കൽ ആത്മരക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി കഴിഞ്ഞാൽ നമ്മെ സഭയോട് അവൻ ചേർത്തു. പിന്നെ ഒറ്റയല്ല, നാം ഒരു സ്ഥലം സഭയുടെ, സാർവദേശീയ സഭയുടെ ഭാഗമാണ്. മാറ്റുവാൻ കഴിയാത്ത നിലയിൽ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പിന്റെ ആ അവസ്ഥയിലേക്ക് നാം വന്നിരിക്കുകയാണ്. But once we are born again, we are being united to a local church, an individual church. Also, we are being united to the Catholic Church, the unseen church, the body of Christ. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയും അതുകൊണ്ട് ആ ഐക്യത നിലനിർത്തുവാൻ നാം എല്ലാ താല്പര്യവും ശ്രമവും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. Therefore, we need to take heed this great point in our mind. We should be mindful, we should be bothered of this thing. രണ്ടാമതായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതെല്ലാം മേഖലയിലാണ് ഈ ഐക്യം വെളിപ്പെടേണ്ടത്. And the second point is that what are the points, what are the way this unity is to be demonstrated. The area where we need to be united together. The area in which the church to be united together. നോക്കുക, അതിന്റെ 11-ാം വാക്യത്തിൽ ഒരു ചെറിയ പരാമർശനമുണ്ട്. യോഹന്നാൻ 17-ന്റെ 11-ാം വാക്യം. In 11th verse there is a mention of that. അതിനകത്ത് നോക്കുക, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്, that they may be one as we are. നോക്കുക, നമ്മെ പോലെ, പിതാവേ നമുക്ക് മധ്യത്തിൽ ഉള്ള ഐക്യത പോലെ ഇവരും ഐക്യതയിൽ ജീവിക്കണം. Now the yardstick is that we, the brethren or the believers, should be united together in unity like God the Father and God the Son is related together. അതിന് സമാനമായ കാര്യം 21-ാം വാക്യത്തിലും വായിക്കുന്നു. We could see the same parallel truth in verse 21. അതിന്റെ താഴെ, പിതാവേ
നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിന് എന്നാണ് എഴുതിയിരിക്കുന്നത്. In verse 21 we read that they all may be one, as thou, Father, are in me and I in thee. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനും മധ്യേ ഉള്ള ആ ഐക്യതയാണ് നമുക്ക് മാതൃകയായി കർത്താവ് ഇവിടെ പറയുന്നത്. So this is what the yardstick is. The unity of the Lord, the unity of God the Father and unity of God the Son. അത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഗോഡ്ഹെഡ് അഥവാ ത്രിയേക ദൈവത്തിൽ ഉള്ള ഐക്യതയെ കുറിച്ച് അത് കൂടുതൽ പഠിക്കാൻ ഇപ്പോൾ നാം സമയമെടുക്കുന്നില്ല. We are not going into the subject, the unity of the brethren and the unity of the triune God, because that is also a subject to be dealt with separately. എന്നാൽ ഇതിന്റെ പ്രാരംഭ ഭാഗത്തെ പ്രാർത്ഥന ആ പരാമർശനത്തിൽ 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. But in this portion we can see at least 2-3 things, 2-3 points. അഥവാ പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തി, പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തി. God the Father hallowed the Son and the Son glorified the Father. അപ്പോൾ അവിടെ നാം കാണുന്നു ഒരു മേഖലയിലെ ഐക്യത, ദൈവത്തെ മഹത്വപ്പെടുത്തുക. So we could see the unity or glorifying God in his realm. ഇനി മറ്റൊന്ന് അവിടെ പ്രാർത്ഥന പറയുന്നുണ്ട്, നീ എനിക്ക് തന്നവർക്ക് ഞാൻ നിത്യജീവനെ കൊടുത്തു. Here also the Lord is saying, I have given them eternal life to them who give to the one who give me. അഥവാ ഞാനും നിങ്ങളും നമുക്ക് നിത്യജീവൻ തരണമെന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ താല്പര്യമാണ്. നമുക്ക് നിത്യജീവൻ തരണം എന്നുള്ളത് പുത്രന്റെ താല്പര്യമാണ്. In other way, we could see that it is the joy of the Father to give us eternal life. It is the joy of the Son to give us eternal life too. അതുപോലെ മറ്റൊരു പരാമർശനമുണ്ട്, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തു. There is another mention here, is that I have given them thy word. ഞാൻ ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നതിന് ഒരു സൂചനയാണ്. This is just an intimation. I am just giving an example how God the Father and God the Son is working together in unity. അവരുടെ ലക്ഷ്യം ഒന്നാണ്. ലക്ഷ്യത്തിൽ, മോട്ടീവിൽ അവർക്ക് ഐക്യതയുണ്ട്. In their motive and perception they have unity. അവരുടെ പ്രവർത്തന ഉദ്ദേശത്തിൽ അവർക്ക് ഐക്യതയുണ്ട്. In their work they have unity. മാത്രമല്ല വചനം കൊടുക്കുന്ന പഠിപ്പിക്കുന്ന കാര്യത്തിൽ, ജനത്തെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവിടെ ഗോഡ് ഹെഡിൽ നാം യൂണിറ്റി അഥവാ ഐക്യത കാണുന്നു. In giving the word and rightly dividing the word, there is unity among the Godhead, God the Father and God the Son. കർത്താവിന്റെ പ്രാർത്ഥനയിൽ വ്യക്തമാകുന്നത് ഈ 3 മേഖലയിലും ദൈവജനം സഭ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കണം. Therefore, it is very clear that in all these 3 facets, in these 3 ways, the Church of God, the brethren, should be united together. ദൈവസഭയിലെ അവർ ലക്ഷ്യത്തിൽ, മോട്ടീവ്, ഉദ്ദേശത്തിൽ മാത്രമല്ല, അവരുടെ പ്ലാൻ ആൻഡ് പർപ്പസസിൽ മാത്രമല്ല, ഉപദേശപരമായ കാര്യത്തിലൊക്കെ ഐക്യത ആവശ്യമാണ്. We need to be united in the motive. We also should be united in dividing the word, and also we should be united. What was the last point? Doctrine. ഉപദേശം. We should be united in the doctrine also. Okay. ഒരു വാക്യം കൂടെ
അതിനോട് യോജിക്കുന്ന ഒരു വാക്യം പൗലോസിൻ്റെത് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ വായിച്ചതാണ്, ഒന്നുകൂടെ വായിക്കാം. I want to read one more verse from the Epistle of Paul. ഈ പറഞ്ഞതിനോട് വളരെ തുല്യമായ വാക്കാണ്, സമാനമായ വാക്യം. Almost the same. നോക്കുക, 1 Corinthians 1:10, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കണം. 1 Corinthians chapter 1 and verse 10. Now I beseech you, brethren, by the mercy of our Lord Jesus Christ, that ye all speak the same thing, and that there be no division among you, that ye be perfectly joined together in the same mind and in the same judgment. നോക്കുക, 3 കാര്യങ്ങൾ. 3 things we can do. ഒരേ കാര്യം സംസാരിക്കുക. We need to be talking the same thing. അത് ഉപദേശപരമായ ഐക്യമാണ് പറയുന്നത്. That is a reference to the unity of the doctrine. ഇനിയും സെയിം മൈൻഡ്, ഒരേ ഏക മനസ്സ്, അത് ഇന്റേണൽ ആയിരിക്കുന്ന മാനസികമായ ഐക്യമാണ് പറയുന്നത്. And the second point is the same mind, the eternal, the state of the mind being joined together. മാത്രമല്ല, മലയാളത്തിൽ ഏക അഭിപ്രായം അഥവാ സെയിം ജഡ്ജ്മെന്റ് കാണിക്കുന്നത് നമ്മുടെ പ്രാക്ടീസിലെ യോജിപ്പാണ്, ഐക്യതയാണ്. And the third point we can see is the same manner of judgment or the same manner of practice, the unity in practicing. ഈ 3 കാര്യം ശ്രദ്ധേയമാണ്. These 3 points are to be taken heed. They are to be really taken. സ്ഥലം സഭയിൽ ഐക്യത സൂക്ഷിക്കണം. We need to keep unity in the church. ഉപദേശപരമായ ഐക്യം വേണം. We need to have unity in doctrine. മാനസിക ഐക്യം വേണം. There should be unity of mind. മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ ഐക്യം വേണം. There should be unity in practical life too. ഇത് 3ഉം ക്രമാനുഗതമായി പോകുന്നതാണ്, ഒന്നിലേക്ക് പോകുന്നതാണ്. These 3 points goes together, hand in hand. പ്രായോഗിക ഐക്യം സഭയിൽ ഉണ്ടാകണമെങ്കിൽ എവിടെ ആരംഭിക്കണം? ഉപദേശപരമായ ഐക്യം ഉണ്ടാകണം. So in order to have practical unity, we should have first doctrinal unity. അതുകൊണ്ടാണ് സഭാ സത്യങ്ങൾ, പുതിയ നിയമ ഉപദേശം ഓരോ വിശ്വാസിയും നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. That is why every believer should know the doctrine, the basic doctrines. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. I want to emphasize one more point and go forward. തീർച്ചയായിട്ടും വ്യക്തിപരമായി നമുക്ക് വ്യത്യസ്ത അഭിപ്രായവും ആശയവും കാണും. We may have different ideas or different opinions individually. എന്നാൽ ഒരു സ്ഥലം സഭയെ സംബന്ധിച്ചിടത്തോളം പൊതുവായിരിക്കുന്ന, സ്വീകാര്യമായിരിക്കുന്ന ഒരു ഉപദേശ ഐക്യം ഉണ്ടായിരിക്കേണ്ടതാണ്. But when we come to the matter of the church or something in connection with the church, there should be unity of the brethren. ചില സന്ദർഭത്തിലൊക്കെ നമ്മുടെയൊക്കെ സ്ഥലം സഭകളിലേക്ക് പുതുതായി ഒരു സഹോദരൻ വരാൻ സാധ്യതയുണ്ട്. There may be some newcomers in every church. അവർ നല്ല വിശ്വാസികളായിരിക്കാം. They may be good believers. അവർ നല്ല ബൈബിൾ ടീച്ചേഴ്സുമായിരിക്കാം. They may be good Bible teachers too. പക്ഷേ അവരെ കൊണ്ട് വചന ശുശ്രൂഷ ചെയ്യിപ്പിക്കും മുൻപ് അവരുടെ ഉപദേശപരമായ മനോഭാവം നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ സ്ഥലം സഭയിൽ സമ്മതിക്കാവൂ. Before giving them a chance to rightly divide the word or ministry of the word,
the elders should know what is their understanding about the doctrines of the scripture. കാരണം വ്യത്യസ്തമായ ഒരു ആശയം പറഞ്ഞ് സഭയിലെ ഉപദേശ ഐക്യം നഷ്ടപ്പെടുത്തിയാൽ അത് മെല്ലെ മെല്ലെ മാനസിക ഐക്യം നഷ്ടപ്പെടുത്തും, പ്രായോഗികമായ ജീവിതത്തിലെ ആ ഐക്യതയും നഷ്ടപ്പെട്ടു. One simple point can make great disunity in the assembly life of individuals. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറയുകയുണ്ടായി. ദൈവസഭയുടെ ഐക്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? ദൈവസഭയുടെ ഐക്യത്തിന്റെ മേഖലകൾ എന്തെല്ലാമാണ്? So there are 2 points we have mentioned. What is the basis, the foundation of unity, and what is the spread of unity? മൂന്നാമതായി ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ഐക്യതയുടെ ഫലം, പരിണത ഫലം എന്താണ്? And the third point is, what is the result of the unity of the church or unity of the brethren? സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ അത് പരാമർശിക്കുന്നു. In John's Gospel chapter 17, our Lord himself have mentioned that. നോക്ക് 21-ാം വാക്യത്തിൽ ലോകം വിശ്വസിപ്പാൻ, verse 21, that they may be all one. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ, that thou may be that the world may believe that thou hast sent me. To believe. അതിനോട് ചേർന്ന് അടുത്ത വാക്ക് 23-ാം വാക്യത്തിൽ അവരെയും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ. That the world may know that thou hast sent me and hast loved me as thou hast loved me. രണ്ടും ഒരേ ആശയമാണ്, വളരെ അല്പ വ്യത്യാസമേ ഉള്ളൂ. ലോകം അറിയേണ്ടതിന്. It is almost the same. Both verses are almost the same. The point is, in order that the world may know. ലോകം കർത്താവായ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ ദൈവസഭയിൽ ഐക്യതയും സാക്ഷ്യവും ഉണ്ടായിരിക്കണം. If the world has to know Christ, then there should be unity among the believers and in the church. വിശ്വാസികളിൽ കൂടെയാണ് ക്രിസ്തുവിനെ ലോകം കാണേണ്ടത്. The world has to see Christ through the believers. നാം 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. We could see the same thing when we read about the first century Christians. പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് വിശ്വസിച്ചവർ ഒരു മനസ്സ് ഉള്ളവരായിരുന്നു. In Acts chapter 1, we read that they were with one mind. They were united. അവരുടെ ഐക്യതയെ കുറിച്ച് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. പ്രവർത്തികൾ 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. Let me read one verse from Acts chapter 5. അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ ഏക മനസ്സോടെ കൂടി വരുക പതിവായിരുന്നു എന്നൊരു പദപ്രയോഗമുണ്ട് 12-ാം വാക്യത്തിൽ. And in the 5th chapter and verse 5, we read that chapter 5 verse 12, that they were all with one accord. They all came together with one accord. നോക്കുക, അവർ കൂടി വന്നത് ഐക്യത്തില, ഒരു ഒറ്റ മനസ്സിൽ കൂടി വന്നു. അതിന്റെ പരിണത ഫലം അടുത്തെഴുതിയേക്കുകയാണ്. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. We read that they came together with one accord, and in the next verse it is written that, and of the rest no man joined himself to them. താഴേക്ക് പിന്നെ നോക്കുക, ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും
കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. Verse 14 says, the believers were more added to the Lord, multitudes both of men and women. അപ്പോൾ അന്നത്തെ ജനം ഇവരുടെ ഐക്യത കണ്ട് അവരെ ബഹുമാനിച്ചു, ഈവൻ അവരെ ഭയന്നു. അത് ദൈവഭയം അവരെ ബാധിച്ചത്. ദൈവഭയം അവരിൽ ഉളവായി അവരുടെ ഐക്യതയും അവരുടെ ക്രിസ്തീയ സ്വഭാവവും കണ്ടു. Because seeing the unity of the church and the brethren in the first century, the world where the world has noticed that, and the world was really afraid of it. നമുക്കറിയാം, അവരെ ആദിമ വിശ്വാസികളെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് പോലും അവരുടെ ജീവിതവും ഐക്യതയും സ്നേഹവും കണ്ടാണ്. We could also see that the name Christians have been given because seeing the unity of the early നമ്മുടെ കർത്താവിന്റെ ആഗ്രഹവും പ്രതീക്ഷയും നമ്മെ കണ്ട് നമ്മിൽ കൂടെ അവനെ കാണണം, അവനെ കാണുവാൻ ഇടയാകണം എന്നുള്ളതാണ്. It is our Lord's longing and desire that Christ should be seen by the world in and through us. ദൈവസഭയിൽ ഐക്യത ഉണ്ടെങ്കിൽ സാക്ഷ്യമുണ്ടാകും. ലോകം നമ്മിൽ കൂടി കർത്താവിന്റെ സ്നേഹത്തെ അറിയും, കർത്താവിനെ കാണും. If there is unity among the brethren and unity in the church, the world can see it, and there will be testimony in the assembly. രണ്ട് മൂന്ന് കാര്യം കൂടെ വളരെ വേഗം പറയട്ടെ. മാത്യു 18:19, മത്തായി 18:19. We will also read a verse from Matthew 18 and verse 19. വളരെ പരിചയമുള്ള വാക്യമാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. It's a well-known portion, Matthew 18 and verse 19. ആ വാക്യത്തിൽ വ്യക്തമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാനും സഭയിലെ ഐക്യം സഹായമാകും. And through this verse, we could see that in order to receive answer from the Lord, there should be unity of the church, or the church. 133 സങ്കീർത്തനം നമുക്കെല്ലാം പരിചയമുണ്ട്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവിടെയല്ലോ അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നത്. In Psalm 133, we could see the same thing, and we could see that there is the same thing is mentioned in 133, Psalm 133. അപ്പോൾ അതും ഐക്യതയുടെ ഒരു പരിണിത ഫലമാണ്. So the same thing we can see because of the unity of the brethren. ഒരു വാക്യം കൂടെ, എഫേസ്യർ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. Can you say that again? Ephesians chapter 4:16. Ephesians chapter 4 and verse 16 we would read. അല്പശ്രദ്ധയോടെ വായിക്കേണ്ട വാക്യമാണ്. We should be careful in reading this. അതിന്റെ 13-ാം വാക്യത്തിൽ ഐക്യതയെ കുറിച്ച് പറയുന്നുണ്ട്. In verse 13 we could see the unity is being mentioned. നമുക്കറിയാം, അത് ഈ 11-ാം വാക്യം തൊട്ട് ഒരു നീണ്ട വാക്യം മലയാളത്തിൽ അല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പക്ഷെ ആശയം ഇതാണ്, നാം കുഞ്ഞുങ്ങളാകാതെ വളരണം, ഐക്യതയിൽ വർദ്ധിക്കണം, വളരണം. And the theme is that we should be increased in unity. We should be increased in അവിടെ ആത്മീക വളർച്ചയെക്കുറിച്ചും ആത്മീക പുരോഗതിയെക്കുറിച്ചും ഐക്യതയിൽ വളർന്ന കാര്യവും പറഞ്ഞിട്ട് അതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് 16-ാം വാക്യത്തിൽ പറയുകയാണ്. അപ്പോൾ 16-ാം വാക്യം, ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. So 16-ാം വാക്യം വായിച്ചാൽ മതി. verse 16 I will read. Yeah.
from the whole body fitly joined together and compacted by that every joint supplied according to the effectual working in the measure of every part, maketh increase of the body unto the edifying of itself in love. ഇവിടെ ദൈവസഭയിലെ ഐക്യത കൊണ്ടുണ്ടാകുന്ന വേറൊരു ഗുണം പറയുകയാണ്, വേറൊരു ഉപയോഗം പറയുകയാണ്. Here Apostle is giving another point regarding the ഐക്യത്തിന്റെ ഗുണം, സഭയിലെ ഐക്യം കൊണ്ടുണ്ടാകുന്ന ഗുണം, പരിണതഫലം. Another profit because of the unity of the church, unity of the brethren. പൗലോസ് ദൈവസഭയെ ശരീരവുമായിട്ട് തുലനം ചെയ്ത് പറയുകയാണ്, ശരീരം, ബോഡി. Here Apostle Paul is making a parallel with the body of a person. ഒരു ശരീരത്തിൽ, ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഒരു ശരീരത്തിൽ അനേക ബോഡി പാർട്സ് ഉണ്ട്. ഈ ബോഡി പാർട്സ് ആരോഗ്യമുള്ള വ്യക്തിയിൽ ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യണം, യോജിപ്പിൽ വർക്ക് ചെയ്യണം. We have seen before that in a healthy body all the organs and the members work together with one accord. പക്ഷെ ഒരു ശിശു, മുകളിൽ സൂചിപ്പിച്ച ശിശു, ഒരു ചൈൽഡ്, ആ ശിശുവിന്റെ എല്ലാ ബോഡി പാർട്സും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. But in a child, all the members of his body will not work together when he is a child. ഒരു 6 മാസമോ 8 മാസമായ കുഞ്ഞ് എഴുന്നേറ്റ് നിന്നാൽ കാൽ അങ്ങോട്ട് പോകും, കൈ ഇങ്ങോട്ട് പോകും, അതിന്റെ തല ഇങ്ങോട്ട് പോകും. അത് അതിന്റെ ഫുൾ ബോഡി ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്നില്ല. കാരണം കുഞ്ഞാണ്, കൊച്ചാണ്, ശിശുവാണ്. If a child of 6 months old try to stand up, you can see the way it tilts the head and the body, or it tilts to its side. So we could see, because it's a child, all the organs will not work together. എന്നാൽ ഐക്യമുള്ള, ആരോഗ്യമുള്ള ആ ശരീരം എന്ന് പറയുമ്പോൾ എല്ലാ ബോഡി പാർട്ടും അതതിന്റെ ഉദവി ലഭിച്ച് യുക്തമായി ചേർന്ന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും. But in a healthy body, all the organs will work together so that the person can live healthily. അപ്പോൾ ഐക്യത്തിന്റെ ഗുണം എന്താ? ഐക്യത്തിന്റെ ഗുണം, ദൈവസഭയിൽ ഐക്യമുണ്ടാകുമ്പോൾ ഒരു ശരീരത്തിൽ എന്നതുപോലെ ആരോഗ്യകരമായി സഭ ഫങ്ഷൻ ചെയ്യും. So what is the gain? What is the plus point of the unity of the brethren? If we are in one accord, if we are united, then we will have a healthy body of Christ. ദൈവസഭയിലെ ഐക്യത്തെക്കുറിച്ചും ഐക്യത കുറവിനെ കുറിച്ചും പഠിക്കുമ്പോൾ നാം നന്നായി പഠിക്കേണ്ട ഒരു വേദഭാഗമാണ് കൊരിന്ത് ലേഖനത്തിന്റെ ആരംഭാധ്യായം. When we study the unity of the church or the disunity among the brethren, we should study the first chapters of Corinthians. The first നാം നേരത്തെ വായിച്ചു, 2 പ്രാവശ്യം വായിച്ച 1 കൊരിന്ത്യർ 1-10 വാക്യം മുതൽ പൗലോസ് കൊരിന്തിൽ നിലനിന്ന ഡിവിഷൻ അഥവാ ഐക്യതയില്ലായ്മയ്ക്കെതിരെ അവരോട് പ്രബോധിപ്പിക്കുകയാണ്. So from chapter 1 of Corinthians, verse 10 onwards, Apostle Paul is beseeching them, giving them guidance. He is warning them that there should be unity among the church and among the brethren. ആ ഭാഗം നിങ്ങൾ നന്നായി പഠിച്ചാൽ മനസ്സിലാകും, പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ പഠിച്ചാൽ അവിടെ സൂചിപ്പിക്കുന്നത് ഒരു ശരീരത്തിൽ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു, അഥവാ ബോഡി പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നുള്ളതാണ് ഒരു ഡിവിഷൻ അഥവാ ഐക്യതയില്ലായ്മയുടെ പരിണിതഫലം എന്ന് ഞാൻ പറയുന്നു. So this is how we can relate disunity. Disunity is like a dislocation of a body part. നമുക്കറിയാം, നമ്മുടെ കൈയുടെയോ കൈമുട്ടോ കാൽമുട്ടോ കുഴതെറ്റി പോയാൽ അത് വേദനാജനകമാണ്, അത് നീരുവെക്കും, അത് ഫങ്ഷൻ ചെയ്യുകയില്ല പ്രോപ്പറായി.
if the knee or the hand, if it is dislocated, it is really painful, and then we cannot work together. ഇനി 13-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 12-ാം വാക്യത്തിൽ അവരുടെ പ്രശ്നം കൊരിന്തിൽ സംഭവിച്ചത് പറയുന്നു. ഗ്രൂപ്പിസം ഞാൻ വർണ്ണിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. 13 ചോദിക്കുകയാണ്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? And in 1 Corinthians chapter 1 and verse 13, he is asking, is Christ being divided? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? Was Paul crucified for you? നിങ്ങൾ പൗലോസിന്റെ നാമത്തിൽ സ്നാനമേറ്റുവോ? Were ye baptized in the name of Paul? അപ്പോൾ ആ ഭാഗത്ത് പൗലോസ് സഭയിൽ ഐക്യമില്ല എങ്കിൽ ഉണ്ടാകുന്ന ആ ബാഡ് ഇഫക്റ്റ് പറയുകയാണ്. So Paul is giving us what is the bad effect of the disunity. സഭയെ വെട്ടിമുറിക്കുന്നു, സഭയെ വെട്ടിമുറിക്കുന്നു. So disunity means great division, or it is like ക്രിസ്തുവിനെ മുറിക്കുന്നു, ക്രിസ്തുവിനെ വിഭജിക്കുന്നു. it is like dividing Christ. ക്രിസ്തുവിന്റെ അധികാരത്തെ അവഗണിക്കുന്നു. It is like dividing and overruling the power and the authority of Christ. മാത്രമല്ല ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെയും അവഗണിച്ചു കളയുന്നു. And also despising the crucifixion and the death of Christ on the cross. എന്നാൽ ഐക്യത ഉള്ളപ്പോൾ സഭ നന്നായി ഫംഗ്ഷൻ ചെയ്യും. But when there is unity and when there is one accord of mind, then the church works together with. എന്റെ സമയം തീരുകയാണല്ലോ, ഞാൻ നിർത്തേണ്ടിയിരിക്കുന്നു. I am about to stop. ഇത് വിശദമായി ചിന്തിക്കേണ്ടതാണ്, വളരെ ഗൗരവമായ വിഷയമാണ്. This subject is a serious subject we have to reckon with. കേൾക്കാൻ അത്ര രസം വരികയില്ല. It may not be very appealing or pleasing. കാരണം ഏതെങ്കിലും നിലയിൽ ഈ വിഷയവുമായിട്ട് അല്പം എങ്കിലും ഒക്കെ ഒരു ബന്ധമുള്ളവരാണ് പലരും. We could see many of the members have some connection with the points we have mentioned here tonight. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മൾ ചിന്തിക്കുകയുണ്ടായി. We have mentioned 3 points. We have dealt with 3 points. ദൈവസഭയുടെ ഐക്യത്തിന്റെ ആധാരം, അടിസ്ഥാനം. What is the basis of the unity of the church, of the brethren? മാത്രമല്ല ദൈവസഭയിൽ ഐക്യത ഉണ്ടായിരിക്കേണ്ട മേഖലകൾ. What are the different ways in which there should be unity? മൂന്നാമതായി ദൈവസഭയിൽ ഐക്യത ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, അതിന്റെ പരിണത ഫലങ്ങൾ. And the third point was, what are the fruits? What are the merits of unity? ഇനി ഒരു പോയിന്റ് കൂടെ ചിന്തിക്കേണ്ടതുണ്ട്, ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. One more point is to be reckoned. One more point is to be discussed. നാം കർത്താവിന്റെ പ്രാർത്ഥനയുടെ കാരണം എന്താണ്? ശത്രുവായവൻ ദൈവജനത്തിന്റെ ഐക്യത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. What was the reason of our Lord's praying? The reason is that there is a chance that the devil will bring disunity among the believers. ദൈവജനത്തിന് മധ്യത്തിൽ ഐക്യത നഷ്ടപ്പെടുവാൻ കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? What are the points which makes disunity among the brethren? കൊരിന്ത് ലേഖനം നമുക്ക് പാഠങ്ങൾ തരുന്നുണ്ട്. The epistle of Corinthians gives us a lot of answer. എന്നാൽ ഇപ്പോൾ അവിടേക്ക് ഞാൻ പോകുന്നില്ല. എഫേസ്യ ലേഖനത്തിൽ നിന്നും ചില വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me give a couple of verses from Ephesians. Ephesians 4:3. ആ വാക്യത്തിൽ ഒരു പദപ്രയോഗമുണ്ട്, ഐക്യത കാപ്പാൻ ശ്രമിക്കണം. In Ephesians chapter 4 and verse 3, we read, enduring to keep the unity of the Spirit. That is to say, we need to work. വളരെ എല്ലാ ശ്രമവും ചെയ്യണം. That is to say,
we need to endure, we need to work hard to keep the unity. അപ്പോൾ ദൈവസഭയിൽ ഐക്യം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം മനഃപൂർവമായി ശ്രമിക്കാത്തത് കൊണ്ടാണ്. So one of the reason of the disunity is that because we don't deliberately work it out. നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചതുപോലെയും പൗലോസ് ആഗ്രഹിച്ചതുപോലെയും ഞാൻ ആയിരിക്കുന്ന സ്ഥലം സഭയിൽ ഐക്യത, ദൈവജനത്തിന് മധ്യത്തിൽ ഒരു ഡിവിഷൻ പാടില്ല, ഐക്യത അത് നിലനിൽക്കണം. അതിന് ഞാൻ എല്ലാ ശ്രമവും ചെയ്യണം. I need to work everything all so that there will be unity among the church, among the people of God. അതിന് പ്രിയപ്പെട്ടവരെ പണം മുടക്കേണ്ടി വരും, കരയേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും, ഉറക്കളയ്ക്കേണ്ടി വരും, അല്പം അഹംഭാവം കളയേണ്ടി വരും, അല്പം താഴേണ്ടി വരും, അല്പം മറ്റുള്ളവരുടെ ഭാഗം നിന്ദിക്കപ്പെടേണ്ടി വരും. നമ്മുടെ സഭയുടെ ഐക്യത്തിനു വേണ്ടി നാം താഴുവാൻ സന്നദ്ധാകേണ്ടിയിരിക്കുന്നു. The unity of, we need to work hard for the unity. It needs a lot of time. It needs a lot of money. We have to lose our own self, and we need to work hard. അതിന്റെ നാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണം. And in verse 2 of chapter 4, we read, with all lowliness and meekness, with long suffering, forbearing one another in love, we need to walk. അവിടെയും ഐക്യത നഷ്ടപ്പെടുന്നതിന്റെ ഘടകമാണ് കാണുന്നത്. താഴ്മയില്ലായ്മ, താഴുവാൻ മനസ്സില്ലാത്ത മനോഭാവം. Here we can see some of the reasons why there is disunity in the church. ഇനിയും ഏഴാം വാക്യം മുതൽ വാക്യം എടുക്കണമെന്നില്ല, ഏഴാം വാക്യം മുതൽ വായിച്ചാൽ, when we read from verse 7 onwards, അവിടെ എഴുത്തുകാരനെ പൗലോസ് ദൈവസഭയിലെ കൃപാവരങ്ങളുടെ വൈവിധ്യം പറയുക, ഡൈവേഴ്സിറ്റി പറയുകയാണ്. where in verse 7 onwards we could see the diversity of the gift of God in the church. ഐക്യത സഭയിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നാം എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാണ്, വ്യത്യസ്ത കൃപാവരം പ്രാപിച്ചവരാണ്. നമ്മിലെ വ്യത്യസ്തതയും നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. We should have the unity of the church, but at the same time we should understand that we are all different individuals. അപ്പൊ ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു. ഐക്യതയ്ക്ക് തടസ്സമാകാവുന്ന മൂന്ന് ഘടകം. ഒന്ന്, മനഃപൂർവമായി ശ്രമിക്കാതിരിക്കുക. 3 points we have mentioned. What are the reasons for disunity? Number 1 point is that the lack of deliberate actions or longing, താഴ്മയില്ലായ്മ, and the lack of meekness. സഭയിലെ ദൈവജനത്തിന് മധ്യയുള്ള വൈവിധ്യത്തെ അംഗീകരിക്കാതിരിക്കുക, അവഗണിച്ചു കളയുക, വൈവിധ്യത്തെ അവഗണിക്കുക. And the third point is forgetting the truth that we are all different individuals. അവസാനമായി അവിടെ എഴുത്തുകാരൻ പറയുന്നു, പക്വതയില്ലായ്മ, വളർച്ചയില്ലായ്മ അനൈക്യത്തിന് കാരണമായി തീരും. And also here we could see that one of the reason of disunity വളർച്ചയില്ലായ്മ is the immaturity. അത് കൊരിന്ത് ലേഖനത്തിലും വളരെ വ്യക്തമാണ്. നിങ്ങൾ ശിശുക്കളാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞവരെ ശാസിക്കുന്നുണ്ട്. And the same point we can see in Corinthians also, and Paul was warning them and scolding them because of their immaturity. ഞാൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. May I conclude here? നാം കേട്ടത് ഒന്നുകൂടെ വേഗം ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കാം.
shall we recollect what we have heard. നമ്മുടെ കർത്താവിന്റെ വലിയ ഭാരമാണ് ദൈവജനം ഐക്യതയിൽ തികഞ്ഞവരായിരിക്കണം. It is our Lord's greatest burden that we believers should be united. That we should be with- ദൈവസഭയുടെ ഐക്യതയുടെ അടിസ്ഥാനം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. The basis and the foundation of unity is the indwelling of the Holy Spirit. ഏതെല്ലാം ഏരിയയിൽ നമുക്ക് ഐക്യത വേണം അത് നാം ചിന്തിക്കുകയുണ്ടായി. What are the ways in which we should have unity? ഉപദേശപരമായ ഐക്യം വേണം, മാനസിക ഐക്യം വേണം, പ്രായോഗിക ജീവിതത്തിലെ ഐക്യം വേണം. We should have unity of the doctrine. We should have unity in practical life. We should have the unity of mind. ദൈവസഭയിലെ ഐക്യത്തിന്റെ പരിണത ഫലം എന്തെല്ലാമോ? What are the after effects? What are the gain? What are the fruits of unity in the church? ലോകം ക്രിസ്തുവിനെ വിശ്വസിക്കും. The world will believe in Christ. The world will see Christ. ലോകം ദൈവത്തിന്റെ സ്നേഹത്തെ കാണും. The world will see the love of Christ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. We will get right answers at right time. ദൈവസഭ ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകും. The church of God will be healthy and will go എന്നാൽ forward. ഈ ഐക്യത്തിന് തടസ്സം വരാവുന്ന ഘടകങ്ങൾ 4 കാര്യം ചിന്തിച്ചു. We also dealt with 4 points which are hindrance to the unity of the church. മനഃപൂർവമായി ശ്രമിക്കാതിരിക്കുക. The first point is that not working deliberately for the unity. താഴ്മയില്ലായ്മ, The lack of meekness. ആ വൈവിധ്യത്തെ അംഗീകരിക്കാതിരിക്കുക, And not understanding the diversity of different people. ആത്മീക വളർച്ചയില്ലായ്മ, The immaturity and the lack of spirituality in individuals. നമ്മുടെ കർത്താവിന്റെ ഈ ഭാരത്തെ കുറിച്ച് നമുക്ക് ബോധവാന്മാരായിരിക്കും. We should be really bothered. We should be concerned about the burden of our Lord. ഒരു കാരണവശാലും നാം ആയിരിക്കുന്ന സ്ഥലം സഭയിൽ ഒരു തടസ്സം, ഒരു അനൈക്യത്തിന് നാം കാരണമാകാതെ ഇരിക്കട്ടെ. We should not be a reason for disunity, disarray in the church, or നമ്മുടെ വാക്കും പ്രവർത്തനവും പ്രാർത്ഥനയും നാം ആയിരിക്കുന്ന സ്ഥലം സഭയുടെ സ്നേഹത്തിനും വളർച്ചയ്ക്കും ഐക്യത്തിനും കാരണമായിരിക്കട്ടെ. our work, our prayer should add to the unity of the believers and unity of the church. അങ്ങനെയെങ്കിൽ കർത്താവ് സന്തോഷിക്കും. If so, the Lord will be glad. കാരണം അത് കർത്താവിന്റെ വലിയ ഭാരവും ആഗ്രഹവുമാണ്. Because it was our Lord's longing and desire. അപ്പോൾ കർത്താവിന്റെ നാമം അങ്ങനെ മഹിമപ്പെടാനിടയാകും. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. If there is unity in the church, the Lord's name will be praised, and may God richly bless you and his name be praised. Amen.